ഇനി ഈ കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൻബോ ഫാമിലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മീൻ മുളകിട്ടതാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/4 കിലോ ചൂരമീൻ നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തത്, 20 കഷ്ണം കൊച്ചുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, 2 പച്ചമുളകും, ഒരല്പം ഉലുവയും. ഇനി ഇതിൻ്റെ പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ഒരല്പം പുളി. ഇനി കടുക് വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരല്പം കടുക്, 2 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 3 ചെറിയ കഷ്ണം വറ്റൽമുളക്, അല്പം കറിവേപ്പില, പിന്നെ ഉപ്പ്, എണ്ണ, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ പുളിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു വയ്ക്കാം. ഈ പുളി പിഴിഞ്ഞാണ് നമ്മൾ ഒഴിക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരല്പം വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കുക. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ പോവാം. നമ്മൾ മൺചട്ടിയിലാണ് ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകണം. ഉലുവയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ചെറിയ ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഒരല്പം ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ടത്. ഇത് നന്നായി വഴറ്റുക. ഈ കൊച്ചുള്ളിയുടെ നിറം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇത് നമ്മുടെ കൊച്ചുള്ളിയുടെ നിറമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഒരല്പം വെള്ളവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ തക്കാളി നന്നായിട്ട് വേവണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. തക്കാളി നന്നായി വെന്ത് തിളക്കട്ടെ ഈ വെള്ളം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മീനിടാം. നന്നായി തിളച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഫിഷ് ഇടാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറവാണെങ്കിൽ. നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ചാറൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക.
ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഈ കടുക് വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുളകിട്ട മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു. ഇത് കപ്പ, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.